നമസ്കാരം. തിരുവോണ ദിനത്തിൽ സി മലയാളം ന്യൂസിനൊപ്പം ശ്രീ കെ ജയകുമാർ IAS ആണ് സംസ്ഥാനത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി, മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ, അതിനൊക്കെ മുകളിൽ കവി, ഗാനരചയിതാവ്. നമസ്കാരം സർ. തിരുവോണ ദിനമാണ്, എത്രയോ തിരുവോണങ്ങൾ കണ്ടതാണ്. ഓർമ്മയിലെ ആദ്യത്തെ ഓണത്തിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ എന്തൊക്കെയാണ് കണ്ടത്, കേട്ടത്? ഇതെല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമുണ്ടോ? കാരണം ഒരുപാട് കാലം ജീവിച്ചല്ലോ. ഒരു കാലത്ത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ജനിച്ച് വളർന്ന വീട് എൻ്റെ പിന്നിലാണ്. അപ്പോൾ അന്ന് ഇവിടെ ചുറ്റും പറമ്പൊക്കെ ഉണ്ട്. ആ ഓണത്തിന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗി ഉണ്ടായിരുന്നുള്ളത് സംശയമില്ല. അത് ഞങ്ങളെപ്പോലുള്ള കവികൾ ഗൃഹാതുരത്വം കൊണ്ട് പറയുന്നതല്ല. ശരിക്കും നമുക്ക് ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് മാത്രമല്ല, പ്രകൃതിക്ക് തന്നെ പ്രത്യേകതയുണ്ട്. എനിക്ക് ഓണത്തെ പറ്റിയുള്ള എൻ്റെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ഈ ഉത്രാട പൂനിലാവേ വാന്നൊക്കെ പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഉത്രാട രാവിൻ്റെ നിലാവിന് എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണോ നിലാവിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തെന്നില്ലാത്ത വശ്യത എനിക്ക് ഈ ചിങ്ങമാവുമ്പോൾ തൊട്ട് ആകാശത്തിനും പ്രകൃതിക്കുമൊക്കെ വലിയ മാറ്റം ഞാൻ പണ്ടേ അനുഭവിക്കും. ഞാൻ ഈ പരിസ്ഥിതിയെപ്പറ്റി ഒന്നുമല്ല പറയുന്നത്. ആകാശത്തിന് എന്തെന്നില്ലാത്തൊരു ഭംഗി. ഉത്രാടപ്പൂനിലാവിന് നമ്മൾ കേട്ടുകൊണ്ടാണോ എന്നറിയില്ല, ഉത്രാടപ്പൂനിലാവിന് അതിനേക്കാൾ ഭംഗി. അപ്പോൾ ഇത് ഞാൻ കാത്തിരുന്ന ഒരു കാലമാണ് ഓണത്തിൻ്റെ. അന്ന് ഈ അടുത്തടുത്ത് വീടുകളൊന്നുമില്ല, വളരെ പരന്ന പറമ്പ്, നല്ല മണലുള്ള മുറ്റം, ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ലല്ലോ. അപ്പോൾ രാത്രി നിലാവ് ഉദിച്ചാൽ നമുക്കതിൻ്റെ ഗരിമ കാണാം. അപ്പോൾ ഇത് കാണുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അന്നത്തെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഏകാന്ത ചിന്തകളിലൊന്ന്. പിന്നെ ഏകാന്തമല്ലാത്ത ചിന്തകൾ എന്തെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഞങ്ങൾ ജനിച്ച നാട്ടുമ്പുറമായിരുന്നു അന്ന്. ഇപ്പോഴാണിത് കോർപ്പറേഷൻ്റെ ഭാഗമായത്. അന്ന് സ്ത്രീകളൊക്കെ ഊണ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അമ്മ ഇവിടെ ഉണ്ട്, അമ്മയുടെ ചുറ്റും കൂടുകയും തുമ്പികളി, ഈ നമ്മൾ പരമ്പരാഗതമായ തുമ്പിതുള്ളൽ കളിയൊക്കെ ഉണ്ടല്ലോ, മാണിക്ക ചെമ്പഴുക്ക പാടുക. അപ്പോൾ ഞാനീ സ്ത്രീകളോടൊപ്പം ഇരിക്കാൻ മാത്രമുള്ള പ്രായക്കുറവുമില്ല, എന്നാൽ ആറ്റ് നിർത്തത്തക്ക പ്രായ കൂടുതലുമില്ല. അതിൻ്റെ ഒരു ഉഭയ പ്രായത്തിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ പറമ്പിപ്പോൾ നിങ്ങൾക്ക് നിൽക്കും. ഈ പെണ്ണുങ്ങളുടെ അടുത്ത് കൂടാനും വയ്യ, എന്നാൽ കൂടാതിരിക്കാനും വയ്യ എന്നുള്ളതിൽ. പിന്നെ നാട്ടിലൊരു ഊഞ്ഞാലിടും. ഞങ്ങളുടെ ഒരു പുളിമരത്തിലൊരു ഊഞ്ഞാലിടും, വളരെ വലിയ നല്ല ഉയരമുള്ളൊരു ഊഞ്ഞാൽ. അതിൽ ഈ സന്ധ്യയ്ക്ക് പോയിരുന്ന് ആടുക എന്നുള്ളതാണ്. സന്ധ്യയ്ക്കെന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് തന്നെത്താനിരുന്ന് ആടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ, ആരോട് ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു വിനോദമാണ്. ഏതൊരു കവിതയിൽ മാത്രം ഒരു ചെറിയ സൂചനയുണ്ട്. ഈ പുളിമരത്തിൽ ഗന്ധർവനുണ്ട് എന്നാണ് ഞങ്ങളുടെ അങ്ങനെ ഒരു വലിയ സങ്കല്പമല്ല, ഒരു വിശ്വാസം. അത് പലർക്കും അറിഞ്ഞുകൂടെ, ഞാൻ കുറേ ഉണ്ടാക്കിയതുമാണ് കേട്ടത്. ഇതിലൊരു ഗന്ധർവനുണ്ടെന്നും ഈ ഗന്ധർവൻ ഈ നാട്ടിൻപുറത്തെ സ്ത്രീകളുടെയൊക്കെ അപാരമായ പ്രണയബന്ധത്തിലാണെന്നും ഒക്കെ ഞാനങ്ങ് സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഓണത്തിന് അദ്ദേഹം വളരെ ബിസി ആയിരിക്കും, എന്നാലും സന്ധ്യയ്ക്ക് ഞാനവിടെ പോയിരിക്കുമ്പോൾ ഞാൻ ഈ ഗന്ധർവനോട് ഒരു ചെറിയ സാങ്കല്പിക സംഭാഷണം. അതുകൊണ്ടാണ് ഈ തനിച്ചു പോകുന്നത്. എന്നിട്ട് പതുക്കെ ഊഞ്ഞാലിലാടുക, ആ പുളിമരത്തിൻ്റെ പിറകിലായിട്ട് ഓണനിലാവ്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ചിത്രങ്ങളാണ്. വേറെ ആർക്കും ഒരു പ്രയോജനമുള്ള ചിത്രമല്ല കേട്ടോ, എനിക്ക് ഓർമ്മിക്കുമ്പോൾ ഉൾക്കുള്ളിലുണ്ടാകുന്ന ചിത്രങ്ങളാണ്. എന്നാൽ ഇന്നിപ്പോൾ പിന്നീട് നമ്മൾ ഉദ്യോഗത്തിൽ കയറി ഈ ഓണാഘോഷത്തിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്തിച്ചതിൽ എനിക്കൊരു പങ്കൊക്കെ ഉണ്ട്. ഞാൻ കുറേ കാലമായിട്ട് ടൂറിസത്തിലിരുന്ന സമയത്ത് ഓണാഘോഷമായി. പിന്നെ ഓണം എന്ന് പറയുന്നത് ഒരു വാസ്തവം എന്താ പറയുന്നത്, ഒരു ഒറ്റപ്പെടലിൻ്റെ കൂടെ സമയമാണ് ഇപ്പോൾ. കാരണം നമുക്ക് എങ്ങും ഇറങ്ങാൻ നിർത്തിയില്ല, ആഘോഷമാണ് എങ്ങും. അതാണോ വന്ന മാറ്റം? അതാണ് എന്നെ വ്യക്തിപരമായിട്ടുള്ളൊരു മാറ്റം. നമ്മുടെ അതിൻ്റെ സാമൂഹ്യ തലം എനിക്കിപ്പോൾ വലുതായിട്ട് അനുഭവപ്പെടുന്നില്ല. പിന്നെ നമ്മൾ അമ്മയ്ക്കൊക്കെ ഓണക്കൊടി വാങ്ങിച്ചു കൊടുക്കുന്നു, മക്കൾക്ക് ഓണക്കൊടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, അവർ വല്ലതൊക്കെ ഇങ്ങോട്ട് വാങ്ങിത്തരുന്നു എന്നൊക്കെയുള്ള വളരെ എന്താ പറയുക ഒരു ആചാരബദ്ധ, ആ ഒരു തരത്തിൽ ഒരു റിച്വലിസ്റ്റിക്കായി. അല്ലാതെ ഓണത്തിൻ്റെ ഒരു വൈകാരികത, അതാണ് വാസ്തവം. ഓണത്തിൻ്റെ ഒരു വൈകാരികത ഇപ്പോൾ എനിക്ക് ഇല്ലെന്ന് വേണം പറയാൻ. ശരി, ഓണത്തിൻ്റെ ഒരു വൈകാരികത എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഉണ്ടാക്കി പറഞ്ഞ ഒന്നല്ലേ. പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ചിലപ്പോൾ തെറ്റായിരിക്കാം, ഓണം ഈ പറഞ്ഞ പോലൊരു കാർഷികോത്സവമോ അല്ലെങ്കിൽ ആചാരമോ ഒന്നുമല്ല, മറിച്ച് അതൊരു കൊമേഴ്സ്യലൈസ്ഡ് വെർഷനാണ് എന്നാണ് പണ്ട് തൊട്ടേ. ഇപ്പം മാത്രമല്ല, പണ്ട് തൊട്ടേ ഇതൊരു വ്യാപാരത്തിൻ്റെ സമയമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം കൃഷിയും കൂടെ ചേർത്ത് അതിനെ പറയുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം. സാറിന് എന്താ തോന്നുന്നു? അല്ല, വ്യാപാരം നമ്മുടെ എല്ലാ ആഘോഷത്തിൻ്റെയും ഭാഗമായിട്ട് വ്യാപാരം ഉണ്ടല്ലോ. അതിൽ തെറ്റും ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാപാരത്തിലൂടെ അല്ലേ ആളുകളുടെ കയ്യിൽ വല്ല സമ്പത്തും ഉണ്ടാവുള്ളൂ. പണ്ട് നമ്മൾ ഓണത്തിന് മുമ്പ്, ചിങ്ങത്തിന് മുമ്പ് തന്നെ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന പിന്നെ ചേനയും കാച്ചിലും ഒക്കെ കൊണ്ട് വിറ്റിട്ടല്ലേ നമുക്ക് കാശ് കിട്ടുള്ളൂ, കർഷകനെ സംബന്ധിച്ചിടത്തോളം.
അല്ലെങ്കിൽ നെല്ലുണ്ടെങ്കിൽ നെല്ല് നേരത്തെ കൊയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെല്ല് വിൽക്കാം. വേറെ വരുമാനമില്ലല്ലോ അന്നത്തെ വീടുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കൊല വെട്ടി വിറ്റത് വരെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്നൊരു നല്ല വലിയ കൊല വെട്ടിയിട്ടുണ്ടെങ്കിൽ 3 രൂപയൊക്കെ കിട്ടും, മതി വലിയ കൊലയാണെങ്കിൽ. 2 രൂപ 2.5 രൂപ, ഇപ്പോൾ 1/2 രൂപ ആരും സംസാരിക്കാറില്ലാത്ത കാലമാണ്. അപ്പോൾ കച്ചവടത്തിന് തെറ്റൊന്നുമില്ല, കാരണം ആളുകളുടെ കയ്യിൽ പണം വരണമെങ്കിൽ ഈ കാര്യങ്ങൾ വിപണനം ചെയ്യണം. പക്ഷേ വന്ന മാറ്റം എന്തെന്ന് ചോദിച്ചാൽ ഇത് മാത്രമായി ഒതുക്കി. അതിനകത്ത് പണ്ട് ഇതിനകത്ത് വൈകാരികതയും ഉണ്ട്. ദൂരെയുള്ളവർ നാട്ടിലേക്ക് വരുന്നു, എല്ലാവരും ഒത്തുകൂടുന്നു, പിന്നെ ഒരു കമ്മ്യൂണൽ ഒരു സാമൂഹ്യമായ ബന്ധങ്ങൾ, ആളുകൾ അങ്ങോട്ടോട്ടൊക്കെ പോകുന്നു, വൈകിട്ട് ഈ ഉച്ചയ്ക്ക് ശേഷം കളിക്കാനൊക്കെ എല്ലാവരും വരുന്നു, മദ്യപിക്കുന്നവർ മദ്യപിക്കുന്നു, വഴി കിടക്കുന്നു. അതൊക്കെ ഉണ്ട് ഞങ്ങളുടെ. അതിപ്പോൾ കുറച്ച് കൂടുതലാണെന്നല്ലോ. അത് പിന്നെ ഓണം തന്നെ വേണമെന്നില്ല. അതിപ്പോൾ എല്ലാ ദിവസവും ഓണമായാലും. അടുത്തിടയ്ക്ക് ഒരു സുഹൃത്ത് പറഞ്ഞു, ഓർമ്മയായതിനു ശേഷം ഒരു ഓണവും ബോധത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്, അങ്ങനെ ഒരുപാട്. അപ്പോൾ അവർക്ക് അത് അവരുടെ ഒരു ആഘോഷം, നമ്മളതിനൊരു വാല്യൂ ജഡ്ജ്മെൻറ്റിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആഘോഷത്തിനൊരു ഫെർമെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ ഒരു മെക്കാനിക്കലായി എന്നുള്ളത്. അത് ആരുടെയും കുറ്റമല്ല. നമുക്ക് യാത്രാ സൗകര്യങ്ങൾ കൂടി, പിന്നെ വന്നിട്ട് ഇപ്പോൾ താമസിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരാൾ ദൂരെ നിന്ന് വന്ന് നമ്മളോടൊപ്പം ഉച്ചയൂണിന് വന്നിരിക്കട്ടെ, സദ്യ ഉണ്ണാൻ വന്നു. പണ്ടാണെങ്കിൽ അന്ന് അവിടെ കിടന്നിട്ടേ പോകുള്ളൂ, കാരണം പോകാൻ നിവൃത്തിയില്ല, ഒരുപാട് ദൂരം നടന്നു പോകണം. ഇപ്പോൾ എന്തിനാണെങ്കിലും വണ്ടി എടുത്താലും പോകില്ലേ, എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? വണ്ടിയിൽ വരിക, വണ്ടിയിൽ പോകും. വണ്ടിയിൽ വരുന്നു, 12 ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒരു 12 മണിക്ക് വരുന്നു, നമ്മൾ ഇത്തിരി വർത്തമാനം പറയുന്നു, 1 മണിക്ക് ഉണ്ണുന്നു, ഒരു 2 മണിയപ്പോൾ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു. അതിൻ്റെ ഒരു അത് പോയി. അത് ആരുടെയും തെറ്റല്ല. കാരണം നമ്മൾ ഓണത്തോട് അടുക്കുകയാണോ, ഓണത്തിൽ നിന്ന് അകലുകയാണോ ഓരോ വർഷം കഴിയുമ്പോൾ? ഓണത്തിന് നമ്മളിങ്ങനെ പുനഃസൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓണത്തിന് ആരോപിച്ചു കൊടുത്തിരുന്ന ഒരു വൈകാരികമായിട്ടുള്ള ശുദ്ധി അതിൽ നിന്നങ്ങ് പോയി. ഇപ്പോൾ നമ്മൾ ഓണത്തിന് വേറെ ഏതൊക്കെ തരത്തിൽ ആഘോഷിക്കുന്നുണ്ടല്ലെന്നല്ല, പക്ഷേ ഇതും കൂടെ ഇല്ലെങ്കിൽ കുഴപ്പമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓണം പഴയ ഓണം ആയില്ല എന്നൊക്കെ നമ്മൾ ഗൃഹാതുരത്വ പരിതാപം ഒരു ഭാഗത്തൂടെ, അത് നടക്കട്ടെ, അത് കവികളും കലാകാരന്മാരുള്ളിടത്തോളം കാലം ഗൃഹാതുരത്വം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ഞാനീ വലിയ ഗൃഹാതുരത്വത്തിൻ്റെ ആണല്ല കേട്ടോ. കാലം മാറുന്നതനുസരിച്ച് ഓണത്തിന് നമ്മൾ പുനർനിർവചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ പുതിയ ഈഥോസ് എന്താണ്, ഓണത്തിന് പുതിയ നിർവചനങ്ങളാണ്. അതിൽ തെറ്റില്ല, കാരണം കാലം മാറി വരുമ്പോൾ ഓണത്തിന് നിർവചനം മാറാതിരുന്നാൽ ഓണം അപ്രസക്തമായി പോയില്ല. അവിടെ ഒരു ചോദ്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ സോഷ്യലൈസ് ചെയ്യപ്പെട്ടൊരു ഓണത്തിൻ്റെ വെർഷൻ നമ്മൾ മനസ്സിൽ കരുതിയിരുന്നു. നമ്മുടെ സംസ്കാരമായിട്ടോ അല്ലെങ്കിൽ ആചാരമായിട്ടോ നമ്മുടെ നടന്നു പോകുന്ന വഴികളുമൊക്കെ ആയിട്ടോ ചേർന്ന് നിന്ന ഒരു ഓണം, അവിടെ നിന്ന് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഉണ്ടായൊരു മാറ്റം. ഓണം ഈ സോഷ്യലൈസ്ഡ് വെർഷനിൽ നിന്ന് മാറി ഇത് പൊളിറ്റിസൈസ് ചെയ്യപ്പെടുകയോ കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി നടക്കുന്ന ശ്രമങ്ങളോ അത്തരം ചില കാഴ്ചകൾ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ ഓണം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മഹാബലിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ മഹാബലിയുമായി ബന്ധപ്പെട്ടതല്ല. സാറിന് എന്ത് തോന്നുന്നു? ഇതിനെ ഒരു ഹിന്ദു പുരാണങ്ങളിൽ നിന്ന് വന്ന ഒരു കഥയെ ആണല്ലോ നമ്മൾ പെരുപ്പിച്ച് അതിനകത്ത് ചില വൈത്താരികളിലൊക്കെ ചേർത്ത് ഒരു ഫോക്ക് എലമെൻ്റ് എല്ലാം കൊടുത്ത് കേരളത്തിൻ്റേതായിട്ടുള്ള അതിനകത്ത് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള പൊരുത്തക്കേടുകളുണ്ട് മഹാബലി കഥയിൽ. അത് നമ്മൾ ആലോചിക്കുന്നില്ല. നമുക്ക് ഈ കഥ വേണം, അതുകൊണ്ട് അതിൻ്റെ പൊരുത്തക്കേട് നമ്മൾ ആലോചിക്കുന്നില്ല. ശരി, മലയാളി ഓണത്തെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? ഇത് നിന്ദിതൻ്റെയും പീഡിതൻ്റെയും ആഘോഷമാണ്. അധികാരം ചവിട്ടി താഴ്ത്തിയ നീതിയുടെ പുനരാഗമനമാണ്, അല്ലേ? അധികാരം കൊണ്ട് ചവിട്ടി താഴ്ത്തപ്പെട്ട സാമൂഹ്യ നീതിയുടെ പുനരാഗമനമാണ് ഓണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അധികാരം എന്നും അങ്ങനെ തന്നെയാണ്. അമിതമായ നീതിബോധത്തെ അധികാരം ഭയക്കും. കാരണം അങ്ങനെ നീതിബോധം ഉണ്ടായിപ്പോയാൽ പിന്നെ അധികാരത്തിന് എന്ത് പ്രസക്തി? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMSൻ്റെ മന്ത്രിസഭയെ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിട്ടതിനെ പോലും മാവേലി കഥയുമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ എവിടെയോ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കാൻ നിയുക്തമായ ഒരു സർക്കാരിനെ കണ്ടിട്ട് എങ്ങനെയാണോ അന്ന് വാമനന് ഹാലിളകിയത് അല്ലെങ്കിൽ വാമനനെ അവതരിക്കേണ്ടി വന്നത്, കാരണം അസുര ചക്രവർത്തി നീതിമാനും പോപ്പുലറുമാകുമ്പോഴത്തേക്ക് പിന്നെ അധികാരത്തിന് സഹിച്ചില്ല എന്നാണല്ലോ അങ്ങനെ ഒരു വ്യാഖ്യാനം. നമ്മളിതിനകത്തൊരു ഒരു ഹൈന്ദവമായിട്ടുള്ള അതല്ല ഞാൻ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ ഒരു പവർ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ അങ്ങനെ വരും. അതുകൊണ്ട് ഹൈന്ദവമായ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും മലയാളി ഓണത്തെ കണ്ടതും മനസ്സിലാക്കിയതും വേറൊരു തരത്തിലാണ്. സാധാരണക്കാരൻ്റെ അധികാരമില്ലാത്തവൻ്റെ ഒരു ആഘോഷമാണിത്. അധികാരം നഷ്ടപ്പെടുന്നവൻ്റെ പ്രതിരോധമാണിത്. അതാണ് നമുക്ക് മഹാബലി എന്ന് പറയുന്ന സിമ്പൽ. അത് സെക്യുലർ കേരളം, ഒരു മതേതര കേരളം ഏറ്റെടുത്ത് സ്വന്തമാക്കിയ ആഘോഷവുമാണ്. അതിനെപ്പറ്റി തർക്കമില്ല, ഇപ്പോഴും അതിനെപ്പറ്റി ഒരു തർക്കവുമില്ല. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇതിനെ പിന്നെ പൊളിറ്റിസൈസ് ചെയ്യാനും കമ്മ്യൂണലൈസ് ചെയ്യാനും ശ്രമമുണ്ടോ എന്ന് ചോദിച്ചാൽ എക്കാലത്ത് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമല്ലോ.
അതിനെയൊക്കെ അതിജീവിക്കാനും പ്രതിരോധിക്കാനുമുള്ള ആന്തരികമായിട്ടുള്ള ശക്തി മലയാളിക്കും ഓണത്തിനും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതിപ്പോൾ ശ്രമിച്ചോട്ടെ. ഓണം അതിനൊന്നും വഴിപ്പെടുന്നൊരു സങ്കല്പമല്ല. കാരണം എല്ലാ മലയാളിക്കും ഓണം വേണം. ജാതിമത ഭേദമന്യേ ഓണം വേണം. കാരണം അത് മലയാളിയുടെ ഒരു മനഃശാസ്ത്രത്തിൻ്റെ ഭാഗമായിപ്പോയി. അതുകൊണ്ട് ഓണത്തെ നമ്മളിൽ നിന്ന് കവർന്നെടുക്കാൻ മലയാളി സമ്മതിക്കും എന്നെനിക്ക് വിചാരമില്ല. അത്തരത്തിലുള്ള തന്ത്രങ്ങളെല്ലാം ചെറുപ്പത്തിലേ പൊളിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെ നമുക്ക് ജീവിക്കാം. ഓണത്തെ കളങ്കപ്പെടുത്താൻ സാധ്യമല്ല, അഗ്നിയെ അവിശുദ്ധമാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ ഓണത്തെ മലിനീകരിക്കാൻ സാധ്യമല്ല. ഈ പറഞ്ഞതുപോലെ ഓണത്തെ മലിനീകരിക്കാൻ സാധ്യമല്ല, അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള കാലമാണ്. ഈ കാലത്ത് ആരെന്തിനെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നും അതിൻ്റെ അനന്തരഫലം എന്താകുമെന്നും പറയാൻ പറ്റാത്തൊരു കാലം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ശ്രമങ്ങളെ അത് നിരുത്സാഹപ്പെടുത്തേണ്ടത് കൂടെ അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നിരുത്സാഹപ്പെടുത്തിയാൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടും. അവഗണിക്കലാണ് ഏറ്റവും നല്ല തന്ത്രം. അവഗണന പോലെ നല്ലൊരു മരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്ന്, ഇതിനെ ഇപ്പോൾ ഈ ഓണത്തിനെ ഒരു പ്രത്യേക തരത്തിൽ കണ്ട് നമ്മളാരും അതിനെ തൊടാത്ത രീതിയിലാക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ തന്ത്രം. ഇത് കുറച്ച് എന്താ പറയേണ്ടത്, അതിൻ്റെ വാക്കെന്താണ്, ഉന്നത കുലജാതരുടെ സവർണ ആഘോഷമാണ് എന്നൊക്കെ വരുത്തി തീർക്കുക. ഇതൊരു ഈശ്വരാവതാരത്തിൻ്റെ കഥ മാത്രമാക്കി അതിനെ ന്യൂനീകരിക്കുക. ഇതൊക്കെയാണല്ലോ തന്ത്രങ്ങൾ. പക്ഷേ മലയാളിക്ക് പിന്നെ ഏതൊരു ഉത്സവവും സാമൂഹ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ആഘോഷവും സമൂഹത്തിന് ആവശ്യമുണ്ടെങ്കിലേ നിലനിൽക്കുള്ളൂ. ആ ആവശ്യമുള്ളിടത്തോളം കാലം ആ ആവശ്യം എന്താണ്? നമുക്ക് ജാതിമത ചിന്തയ്ക്കൊക്കെ അതീതമായിട്ട് ഒന്നിച്ചിരിക്കാനും പിന്നെ ഒന്നിച്ച് പുലരാനുമെല്ലാം സാധിക്കണമെന്ന് മലയാളിക്ക് ആഗ്രഹമുള്ളിടത്തോളം കാലം ഓണം ഇതേപോലെ നിലനിൽക്കും. ഓണത്തിന് മാത്രമല്ല, എത്രയോ ഉത്സവങ്ങളെ നമ്മൾ ഇത്തരത്തിൽ വർഗീയവൽക്കരിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുന്നില്ല, ഇല്ലേ? പണ്ടൊക്കെ എല്ലാവരും കൂടെ ആഘോഷിച്ചുകൊണ്ടിരുന്നതിന് ഈ വേണ്ട ഞാൻ മാത്രമായിട്ട് ആഘോഷിക്കാമെന്ന് പറയുന്നത്. ഇത് പൂജ ഹോളിഡേ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പൂജയുടെ ഇടയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. അതൊരു ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ആവേശമാണ്. പൂജാ വിഗ്രഹങ്ങൾ, ഇങ്ങനെ ദേവിയുടെ വിഗ്രഹങ്ങൾ. ഈ ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കുന്നത് ഹിന്ദുക്കളല്ല, എല്ലാ ജാതി മതസ്ഥരും ഉണ്ടാക്കും. അതിനകത്ത് കച്ചവടത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും എൻ്റയർ കൽക്കട്ട ഈ ദുർഗാ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ് അതിൻ്റെ ആഘോഷങ്ങൾ, അലങ്കാരങ്ങൾ, അതിൻ്റെ ദീപാലങ്കാരങ്ങൾ, കലാപരിപാടികൾ, ഒരു എൻ്റയർ സമൂഹം അങ്ങ് ഉണരുകയാണ്. അതിനകത്ത് ജാതി മതചിന്തയൊന്നുമില്ല. ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ആന്തരികമായ സാമൂഹിക ബോധം നമുക്കുണ്ട്, ഇന്ത്യക്കാർക്കുണ്ടെന്നാണ്. മലയാളിക്ക് മാത്രമല്ല, ഇന്ത്യക്കാർക്കും ഉണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുമ്പോഴേ സാറേ, നേരത്തെ പറഞ്ഞ ഓണത്തിൻ്റെ പഴയ ചിത്രങ്ങൾ നിറങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പല നിറങ്ങളാണല്ലോ, പൂക്കൾ പലത് വിരിയുമ്പോൾ തന്നെ പല നിറങ്ങളാണ് നമ്മുടെ കണ്ണിൽ ഓണത്തിൻ്റെ ഓർമ്മകളിൽ വരുന്നത്. അതുപോലെ നമ്മൾ അലങ്കരിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന നിറങ്ങൾ, കാഴ്ചകൾ, പലതരം ചെടികൾ, ഒറ്റക്കിരുന്നാടിയ ഊഞ്ഞാൽ, അവിടെ ഗന്ധർവനുണ്ടാ പുളിമരത്തിലെന്ന് സങ്കല്പിച്ച് നമ്മളുണ്ടാക്കിയ കഥ, ഈ കഥകളൊക്കെ അന്ന് ചെറുപ്പമാണ്. പിന്നീട് കവിതകൾ എഴുതി തുടങ്ങുമ്പോൾ സർഗപരമായ നമ്മുടെ വാസനകൾക്ക് അത് എത്രത്തോളം പ്രചോദിപ്പിച്ചിട്ടുണ്ട്? ഏതൊരു എഴുത്തുകാരനും കലാകാരനും അയാൾ എഴുതുന്ന സമയത്ത് അയാളൊരു സങ്കല്പത്തിലെ ഒരു ഭൂമികയിലേക്ക് പോകും. ഞാൻ എഴുതാനിരിക്കുമ്പോഴും അത് കവിതയായാലും പാട്ടായാലും സ്മരണകളായാലും ഒക്കെ തന്നെ എൻ്റെ ഗ്രാമത്തിലേക്ക് ഞാൻ വരും. നമ്മളുടെ ഈ ചിത്രത്തിൻ്റെ ചാരുതയൊന്നും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിനില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ ഭൂമിയിൽ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഇന്നത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് എല്ലാം നമുക്ക് ബോധ്യമാവുന്നത്. മാറ്റത്തെപ്പറ്റി ഞാൻ പരിതപിക്കുന്നില്ല, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അന്നത്തെ പോലെ നമ്മൾ ആ പുളിയുടെ മൂട്ടിൽ ഇപ്പോഴും ഇരുന്ന് ഊഞ്ഞാലാടാൻ നമുക്ക് സാധ്യമല്ല. ജീവിതം മുമ്പോട്ട് പോകണ്ടേ? പുളി മുറിച്ചും കളഞ്ഞു, ഞാനെപ്പറ്റി എഴുതി. അപ്പോൾ മാറ്റങ്ങളുണ്ടാവും, അതിനെപ്പറ്റി പരിതപിക്കേണ്ട കാര്യമില്ല. പക്ഷേ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെപ്പറ്റിയുള്ള ആ ചിന്തകൾ നമുക്ക് സ്വകാര്യമായിട്ടുള്ള ഒരു പാരഡൈസ് ലോസ്റ്റ് എന്നൊക്കെ മിൽട്ടൺ പറയുന്നത്, ഇത് നഷ്ടപ്പെടലാണ് പാരഡൈസ്. ഈ പാരഡൈസ് നമ്മുടേതായിട്ടുള്ള ഒരു സ്വകാര്യ സ്വർഗം. അത് നമ്മൾ അതിൽ നിന്ന് കൂടുതൽ അകലും തോറും മനസ്സുകൊണ്ട് അതിലേക്ക് കൂടുതൽ അടുക്കും. പക്ഷേ എഴുത്തിനൊരു കുഴപ്പമുണ്ട്. ഈ അസ്ഥാനത്തുമുള്ള വൈകാരികതയും അതിഭാവുകത്വവും നൊസ്റ്റാൾജിയയും പുതിയ പിള്ളേരെ എടുത്ത് ദൂരെ കളയും.
അതുകൊണ്ട് എഴുതുമ്പോൾ നിൻ്റെ നൊസ്റ്റാൾജിയൊക്കെ മനസ്സിരിക്കട്ടെ. എഴുത്ത് ആധുനിക കാലത്തിൻ്റെ അഭിരുചികളോടുകൂടി ഇണങ്ങത്തക്ക രീതിയിൽ ഈ പഴയ ഓർമ്മകളെ നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്യണം. ഞാനൊരു അതിവൈകാരികതയുടെ എഴുത്തുകാരനല്ല, എൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൊന്നും അതിവൈകാരികതയില്ല. പക്ഷേ അതിനോട് എനിക്ക് വിലയില്ല എന്നല്ല, എപ്പോഴും അതാണ് നമ്മുടെ ഒരു അസറ്റാണ്, നമ്മുടെ ഒരു ഫൗണ്ടനാണ്. അവിടെ പോയി നമുക്ക് എപ്പോഴും കുടിക്കാം, വെള്ളം കുടിക്കാം. അത് നമ്മുടെ സ്വകാര്യതയും കൂടെയാണല്ലേ? അത് നമ്മുടെ തികച്ച അങ്ങനെ ഒരു സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എൻ്റെ മനസ്സിൽ, എൻ്റെ ഓർമ്മയിൽ മാത്രമുള്ള ഒരു സ്വകാര്യ സ്വർഗ്ഗമാണ്. ഇതൊക്കെയാണ് നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത്, അല്ല കയ്യിലിരിക്കുന്ന പൈസയല്ല. ഇതാണ് പൈസ പോകുമല്ലോ, പൈസ എത്ര വന്നാലും അതിനേക്കാൾ ഇത്തിരി കൂടെ കൂടുതൽ കയ്യിൽ നിന്ന് പോകും. അതാണ് അങ്ങനെ ഒരു ജാതക ഗുണം എനിക്കുണ്ട്. 10,000 രൂപ കിട്ടി, ഇന്ന് 12,000 രൂപ ചിലവാകും. അതിലെനിക്ക് സങ്കടമില്ല, കാരണം അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പ്രകൃതി തന്നെ വിചാരിക്കുന്നത് നിനക്ക് തന്നിരിക്കുന്നത് സൂക്ഷിച്ച് വയ്ക്കാനല്ല, ഫ്ലോയാണ്. അന്ന് ഈ പഴയ ഓണത്തെപ്പറ്റി പറയുമ്പോൾ നിറങ്ങളെപ്പറ്റി പൂക്കളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. നമ്മളന്നൊക്കെ ഈ അത്തപ്പൂ, ചെറിയ അത്തപ്പൂ ഇടും. ഇപ്പോഴത്തെ പുതിയ മോഡേൺ ഡിസൈൻ, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഡിസൈനൊന്നുമല്ല, നമ്മൾ മനസ്സിലുള്ള ഒരു ഡിസൈൻ, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഡിസൈനും വാങ്ങിച്ച പൂ, തോവാളയിൽ നിന്ന് ടൺ കണക്കിന് വാങ്ങിച്ച പൂ. അത് ഇട്ടിട്ട് എല്ലാവരും സാരിയൊക്കെ കൊടുത്ത്, വെള്ള സാരിയൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നു. മനസ്സിലായില്ല, അത് ഓണത്തിൻ്റെ പുതിയ ആവിഷ്കാരം. ഞങ്ങളന്ന് ഈ ശംഖുപുഷ്പം കൊണ്ടോ തുമ്പപ്പൂവോ കൊണ്ടോ ഒക്കെ ചെറിയ ഒരടി വ്യാസമില്ലാത്ത പൂവാണ് എടുത്ത് നടുക്കൊരു ചാണകവും കുഴിച്ച് തുളസിയും വെച്ചാൽ അത്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു പാരിസ്ഥിതിക ശാസ്ത്രമുണ്ട്. ഒരു പൂ ഉണ്ടാവുക എന്നുള്ളത്, ഇത് ഓണം പൂക്കാലം കൂടിയാണ്, മലയാളിയുടെ പൂക്കാലം കൂടിയാണ് ഓണം, ഇല്ലേ? പൂക്കളില്ലെങ്കിൽ പോലും നമ്മളത് പൂക്കാലമായിട്ടൊക്കെ കാണുകയാണ്, ഇല്ലേ? ഈ പാട്ടൊക്കെ എഴുതാനിരിക്കുമ്പോൾ ഞാൻ തന്നെ ഒരു പാട്ട് എഴുതിയിട്ട്, പുഷ്പാഭരണം ചാർത്തി വിടർന്നൊരു സുരഭി മാസമേ നെഞ്ചോട് ചേർത്ത് വെച്ചോമനിക്കാൻ അഞ്ചുതൽ പൂതരാമോ എന്ന് പറഞ്ഞ് യേശുദാസ് പാടിയ, ദേവരാജ മാസ്റ്റർ ട്യൂൺ ചെയ്തൊരു പാട്ട് ദൂരദർശന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ പുഷ്പാഭരണം ചാർത്ത് നിൽക്കുന്ന ചിങ്ങമാസമാണ് നമ്മുടെ മനസ്സിലെ സങ്കല്പം. ഞാൻ പറഞ്ഞു വന്നത്, ആധുനിക കാലത്ത് ചിങ്ങത്തെപ്പറ്റിയുള്ള, നമ്മുടെ ഓണത്തെപ്പറ്റിയുള്ള ഓർമ്മകളിൽ ഇതിനൊരു പാരിസ്ഥിതികമായിട്ടുള്ളൊരു വശം കൂടിയുണ്ട്. ഒരു പൂ ഉണ്ടാവുക എന്നുള്ളത് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ഒരു മഹാ അത്ഭുതമാണ്. എനിക്കിവിടെ കൊച്ചൊരു ഗാർഡനുണ്ട്. ഈ ഗാർഡനിൽ നമ്മളൊരു ചെടി കൊണ്ടുവച്ചു, അതിന് വെള്ളമൊഴിച്ചു, വളമിട്ടു, പ്രൂൺ ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷേ പൂത്തോളൊന്നും ഒരു ഗ്യാരൻറ്റിയുമില്ല. പൂ തോന്നുമ്പോൾ പൂക്കും, ചിലപ്പം പൂക്കുകയിൽ അഴുകിപ്പോവും. വെള്ളം കൂടിപ്പോയിട്ടോ വെള്ളം കുറഞ്ഞു പോയിട്ടോ അതൊക്കെ പോവും. എന്നാൽ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മളെ തൊടിയിൽ ആരാലും ഒന്നും വളമിടാതെയും വെള്ളമൊഴിക്കാതെയും അന്തസ്സായിട്ട് പൂത്ത് തല ഉയർത്തി, നീ കണ്ടോടെ, എന്നെ കണ്ടോ, നിൻ്റെ ഒരു സഹായമില്ലാതെ ഞാനിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാർത്തികപ്പൂ, ഒരു കാട്ടുപൂവ് ഉണ്ടാവും, ഒരു കാക്കപ്പൂവ് ഉണ്ടാവും. ആരും വളം ചെയ്തിട്ടില്ല. പ്രകൃതി കൊടുത്ത വെള്ളം, പ്രകൃതി കൊടുത്ത വളം, പ്രകൃതി കൊടുത്ത കാറ്റ്, പ്രകൃതി കൊടുത്ത സൂര്യപ്രകാശം. കൃത്യമായിട്ട് ചിങ്ങത്തിൽ അങ്ങനെ പൂക്കൾ ഒരുപാട് പൂക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രകൃതിയുടെ ഒരു താളം, പ്രകൃതിയുടെ സർഗ്ഗതാളം എന്നൊക്കെ നമ്മൾ, ക്രിയേറ്റിവിറ്റിയാണല്ലോ. നമ്മൾ വിചാരിച്ചൊരു പൂ ഉണ്ടാവുമോ? നമുക്ക് ചെടി കൃഷി ചെയ്യാൻ നല്ലത്, പൂ ഉണ്ടാവണമെങ്കിൽ ചെടി തന്നെ വിചാരിക്കണം, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കാട്ടുചെടികൾ നമ്മുടെ തൊടികളിൽ വെറുതെ വളർന്ന ചെടികളിൽ നാനാ നിറത്തിലുള്ള പൂക്കൾ തിരികെ വെച്ച പ്രകൃതിയുടെ ഒരു സർഗ്ഗാത്മകമായ താളമുണ്ട്. ആ താളം നമുക്ക് അറിഞ്ഞുകൂടാ, അതിനെ നശിപ്പിക്കാനേ നമുക്കറിയാവൂ. ആ താളത്തെ വീണ്ടെടുക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഓണം യഥാർത്ഥത്തിൽ പ്രകൃതിയുമായി നമ്മളെ കൂടുതൽ അടുപ്പിച്ച് ആ താളത്തെ ഭംഗപ്പെടുത്തരുത് എന്നൊരു നിർബന്ധത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുമെങ്കിൽ, അതാണ് ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമമുണ്ട്, കമ്മ്യൂണലി, അതെല്ലാം ഉപരിപ്ലവമായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഇടവേളകളിൽ ഇങ്ങനെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇവിടെ പ്രകൃതിയുടെ സ്കെയിലെന്ന് പറയുന്നത് നൂറ്റാണ്ടുകളാണ്. ടാഗോറുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരു കാട്ടുപൂവിനെ പോലും പരിപൂർണതയിലെത്തിക്കാൻ അങ്ങയുടെ കയ്യിൽ സഹസ്രാബ്ദങ്ങളുണ്ടല്ലോ. ടാഗോറാണ് പറയുന്നത് കേട്ടോ. യു ഹാവ് സെഞ്ച്വറീസ് ടു പെർഫെക്റ്റ് എ വൈൽഡ് ഫ്ലവർ, അതാണ് എൻ്റെ ഒറിജിനൽ വാക്ക്. ഒരു കാട്ടുപൂവിനെ പെർഫെക്ഷനിലെത്തിക്കാൻ എത്ര നൂറ്റാണ്ടുകളാണ് എടുത്തത്. പതുക്കെ കാലം അങ്ങയുടെ കയ്യിൽ അനന്തമാണ്. നമ്മളിവിടെ പറയുന്നത് എന്താണ്, 5 വർഷത്തിന് മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നല്ലോ, 10 വർഷം. ഈ 5-10 വർഷമൊക്കെ പ്രകൃതിയുടെ കണക്കിൽ വല്ലതും ഉണ്ടോ? നമ്മളെപ്പോലെ എത്രയോ തലമുറകൾ ജനിച്ച് ജീവിച്ച് നീർപ്പോളകൾ പോലെ പോകും, മനസ്സിലായില്ലേ? അവിടെയാണ് പ്രകൃതിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ കാലബോധത്തിൽ വരുന്ന വ്യത്യാസം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ വരുന്ന വ്യത്യാസം, ഇന്നും നാളെയൊക്കെ ഉണ്ടാകുന്ന കൊച്ചു കലഹങ്ങളെ പർവ്വതീകരിക്കാതിരിക്കാനുള്ള ഒരു ക്ഷമ, ഇതെല്ലാം പ്രകൃതി നമുക്ക് തരും. ഓണം ഇതിൻ്റെ എല്ലാം സൂചകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രകൃതിയിൽ ഇത്രയേറെ പൂക്കൾ, അതുപോലെ മേടമാസത്തിലുണ്ടാകുന്ന കൊന്ന വിരിയുന്നത് ഒക്കെ ഇപ്പോൾ മാറി, കാലാവസ്ഥയിൽ മാറ്റം, ഈ താളം മാറിയതോടുകൂടി ഇപ്പോൾ കണിക്കൊന്ന എപ്പോഴും പൂക്കുന്നൊരു സ്ഥിതിയായില്ലേ ഇപ്പോൾ.
ഞാൻ പറയുന്നത് ഓണത്തിനെ വിലയിരുത്തേണ്ടത് ഈ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു വലിയ ഒരു താളത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ താളം ഭംഗപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ അലോസരപ്പെടുത്തേണ്ടത്. ആ താളം തിരിച്ചു പിടിക്കണം. പ്രകൃതിയുടെ താളം തിരിച്ചു പിടിച്ച് നമ്മുടെ തൊടികളെല്ലാം ആയിരക്കണക്കിന് പൂക്കൾ വിരിയട്ടെ. അതായിരിക്കട്ടെ ഓണത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപഹാരം. കാരണം ഓണം ഇങ്ങോട്ട് തരുന്നത്, ചിങ്ങം നമുക്ക് തരുന്നത് ഈ അനന്തമായ വിഭൂതികളാണ്. ആ വിഭൂതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സർഗ്ഗതാളം, പ്രകൃതിയുടെ താളം. അതിന് നിങ്ങൾ ദൈവമെന്ന് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്തു. പക്ഷേ ദറ്റ് ക്രിയേറ്റീവ് ഹാർമണി അത് നഷ്ടപ്പെടുന്നതാണ് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതാണ് കാലാവസ്ഥാ വ്യതിയാനം. അതിലേക്കുള്ള ഒരു കണ്ണു തുറക്കൽ, ഒരു മിഴി തുറക്കലായി ഓണത്തിനെ കാണുമെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന കൊച്ചു കൊച്ചു എന്താണ് കുടിലതകളെയൊക്കെ കുടിലതകളെയും അലോസരങ്ങളെയൊക്കെ ചിരിച്ച് തള്ളാൻ നമുക്ക് സാധിക്കുന്ന ഉയരത്തിലേക്ക് നമ്മൾ ഉയരണം. മാനസികമായിട്ടൊരു പക്ഷേ നമുക്ക് അങ്ങനെ ഉയരാൻ ഒരുപക്ഷെ പറ്റിയേക്കും. വർഷങ്ങളുടെ ശ്രമിച്ചാൽ സാധിക്കും. പക്ഷേ ശ്രമിച്ചാലും സാധിക്കാത്ത ഒരു കാര്യത്തെപ്പറ്റി കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഈ പറഞ്ഞ ഒരു പൂവ് നമുക്കുണ്ടാക്കാൻ പറ്റില്ല. ആ ബോധ്യം നമുക്കിപ്പോൾ ഉണ്ട്. കുറച്ച് പേരുടെ കയ്യിലെങ്കിലും ആ ബോധ്യമുണ്ട്. പക്ഷേ ഒരു പൂയിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പോലും പറ്റാത്തത്ര മണ്ണുകളെ കോൺക്രീറ്റ് മൂടിയ ഒരു കാലത്ത് എങ്ങനെയാണ് ഈ ഓണത്തെ തിരിച്ചു പിടിക്കുക? അവിടെയാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഈ ഓണം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാരിസ്ഥിതിക അവബോധം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ ടൈൽ വയ്ക്കുമ്പോഴും ഉണ്ടാക്കണം. കുറഞ്ഞ പക്ഷേ 2 ടൈൽ ഇടുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെള്ളം ഇറങ്ങാനെങ്കിലും ഒരു സ്ഥലം ഇട്ടാൽ നന്നായിരിക്കും. അത്രയും അടിയിൽ കോൺക്രീറ്റ് ഇടാതെ ഞാനിപ്പോൾ ടൈലൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് കുറഞ്ഞ പക്ഷം വെള്ളം അടിയിലോട്ട് ഇറങ്ങുന്ന തരത്തിലുള്ള വെള്ളം എങ്കിലും ചെയ്തോളൂ. നിങ്ങൾ ചെളിയാണെങ്കിൽ നിങ്ങൾക്ക് ടൈൽ ഇടേണ്ടി വരും. വീടിൻ്റെ മുറ്റത്ത് മണ്ണ് കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ? അപ്പോൾ അതിലേക്കൊക്കെ നമ്മുടെ ഒരു രീതികളിൽ മാറ്റം വരണമെങ്കിൽ അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ഒരുപാട് വർഷം കൊണ്ടാണ് പ്രകൃതിയിൽ നിന്ന് അകന്ന് ഇവിടെ വരെ എത്തിയത്. ഇതാണ് പുരോഗതിയെന്നും ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ നമ്മളൊക്കെ അതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. കാരണം നാടോടുമ്പോൾ നടുകയോടുക എന്നുള്ളത് ജീവിച്ചേ പറ്റും. നമുക്കൊരു വീട് വെച്ചേ പറ്റും. പക്ഷേ മണ്ണിന് താങ്ങാവുന്നതിൽ കൂടുതൽ വീടുകൾ കേരളത്തിൽ തന്നെ വച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു കുഴപ്പം ഒരു ചിന്തയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്, ഈ എർത്തിൻ്റെ ലോഡ് എന്ന് പറയുന്നത് അത് പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ളത് തന്നെയല്ലേ എടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് എർത്തിൻ്റെ ടോട്ടൽ വെയിറ്റിന് മാറ്റമില്ലെന്നാണ് എനിക്ക്. ചെടി വളരാനുള്ള സ്പേസിലാണ് അതില്ല, സ്പേസില്ല. ചെടികളോടും മരങ്ങളോടുള്ള ഒരു പുതിയ സമവാക്യം ഉണ്ടാവണം, ഒരു പുതിയ ബന്ധം. ഈ ഒരു ചെടിയെയും നിസ്സാരമായി കാണരുത്. അത് പ്രകൃതി ആറ്റുനോറ്റുണ്ടാക്കി തന്നതാണ്. ടാഗോർ പറയും പോലെ നൂറ്റാണ്ടുകളെടുത്ത് പെർഫെക്റ്റ് ചെയ്തൊരു ഫ്ലവറാണ് ഈ കാക്കപ്പൂ എന്ന് പറയുന്നത്, അല്ലേ? ആ ബോധമില്ല. ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പൂവിനെ പോലും കാലുകൊണ്ടിങ്ങനെ തട്ടാൻ നമുക്ക് സാധിക്കില്ല. ആ വിനയം വേണം. അതാണ് ഏറ്റവും വലിയ ആത്മീയത എന്ന് പറഞ്ഞാൽ അത് തന്നെ. വേറെ എനിക്ക് ജാതി മതം ഒന്നും ഒരു വിഷയമല്ല. ഈ ആത്മീയതയാണ് കാര്യം. കാരണം നമ്മൾ ഒരു പൂവിനെ നമ്മൾ വിനയത്തോടു കൂടി അത്ഭുതത്തോടു കൂടി കാണുമ്പോൾ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ഡിവൈൻ. അതാണ്, അത് മതി. ആ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുമ്പോൾ ഒരു പുനരെഴുത്തും കൂടെ അതിൽ വേണ്ടതല്ലേ എന്നൊരു ചോദ്യം. ചിലപ്പോൾ അത് ശരിയല്ലായിരിക്കും ചോദ്യം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, പൂവ് ചെടിയിൽ നിൽക്കുന്ന പൂവിനെ നമ്മൾ ഇറുത്തെടുത്താണ് പൂക്കൾ ഇടുന്നത്. അത് ഓണമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണോ? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പിന്നെ വേറെ എന്നുള്ളത്, അതിപ്പോൾ പ്രകൃതി നമ്മളെ കുറേയൊക്കെ അനുവദിച്ചിട്ടുണ്ടല്ലോ. പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളെടുത്ത് നമ്മൾ കഴിക്കുന്നു, നമുക്ക് ജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗന്ദര്യ ചോദനകളെ തൃപ്തിപ്പെടുത്താൻ ടൺ കണക്കിന് പൂ വേണ്ട. ഒരു വട്ടി പൂ തരണേ എന്നൊരു പാട്ടില്ലേ, പൂവേ നല്ല പൂവേ, ഒരു വട്ടിപ്പൂ മതിയെന്ന്. ഇപ്പോൾ ലോറിയിലാണ് പൂ വരുന്നത്. അത് വേണ്ട, എക്സസ് വേണ്ട. പാടത്തിൽ നിന്ന് വരുന്നതാണ് എല്ലാം മിതത്വമാണ് നമ്മളുണ്ട്. പ്രകൃതി ധാരാളിത്തം നമുക്ക് തരുന്നു, നമ്മളതിനെ മിതത്വത്തോടുകൂടി സ്വീകരിക്കും. ഇതാണ് പ്രകൃതി നമ്മളുമായിട്ടുള്ള സഹജീവനത്തിൻ്റെ സമവാക്യം. പ്രകൃതി ധാരാളിത്തത്തിലാണ് തരുന്നത്, അബണ്ടൻസാണ്. ഈ നമ്മളൊരു കുപ്പി വെള്ളം വാങ്ങിക്കുമ്പോൾ 20 രൂപ കൊടുക്കണം, 1 ലിറ്റർ വെള്ളം. ഒരു മഴ 15 മിനിറ്റ് വരെ മഴ പെയ്താൽ എത്രയോ മില്യൺ ലിറ്റേഴ്സാണ് ഡിസ്റ്റിൽഡ് വാട്ടറാണ് കേട്ടോ. ഇത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്, പ്യുവറാണ്. അന്തരീക്ഷത്തിലെ കണ്ടാമിനേഷൻ കൊണ്ടാണ് അത് കണ്ടാമിനേറ്റ്. വെള്ളം ഉണ്ടാകുന്ന സമയത്ത് ഡിസ്റ്റിൽഡാണ്. നമ്മൾ ഈ കുപ്പിവെള്ളത്തിനേക്കാളും പ്യുവറാണ്. അത് എത്രയാണ്? ബില്യൺ ലിറ്റേഴ്സാണ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നിട്ട് പോകുന്നത്. ഈ പ്രകൃതിയുടെ അപാരമായ അബണ്ടൻസിൻ്റെ മുമ്പിലാണ് നമ്മൾ 5 പൈസയ്ക്കും 10 പൈസയ്ക്കും കണക്ക് പറഞ്ഞും മണ്ണ് വെട്ടി നശിപ്പിച്ച് ഒക്കെ ചെയ്യുന്നത്. ഈ അബണ്ടൻസിൻ്റെ മുമ്പേ മിതത്വത്തോടു കൂടി ജീവിക്കുക, അതാണ് പുതിയ മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട സഹവർത്തിത്വത്തിൻ്റെ സമവാക്യം. അതാണ് ഓണം നമ്മളെയും പഠിപ്പിക്കുന്നത്. ഓണം ധാരാളിത്തത്തിൻ്റെ ഉത്സവമേ അല്ല. ഓണം എപ്പോൾ ധാരാളിത്തത്തിൻ്റെ ഉത്സവമായി മാറുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ നകന്നു ഓണത്തിൻ്റെ ആത്യന്തികമായ സത്തയിൽ നകന്നു എന്ന് വിചാരിക്കും. ഈ ഓണത്തെ ധാരാളിത്തത്തിൻ്റെ ഉത്സവമാക്കുന്നതിൽ ഈ പറഞ്ഞ പരസ്യങ്ങൾക്കും ബ്രാൻഡിങ്ങിനും വലിയ അത് വേറൊരു വിഷയമാണ്. ഞാൻ അക്കാര്യത്തിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല.
നമുക്ക് സ്വന്തം ജീവിതത്തിൽ ഈ ബാക്ടീരിയ കടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയല്ലാതെ, ഞാനിത് കുറേ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സാമൂഹ്യ വിപ്ലവം നടത്തി നിങ്ങൾ മിതമായി ജീവിക്കുമെന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മൾ ഓടിച്ചിട്ട് തല്ലും. മനസ്സിലായില്ലേ? കച്ചവടം നടക്കേണ്ട സമയത്ത് ഒരുത്തം വന്നിരിക്കുന്നു എന്ന് പറയില്ലേ? പക്ഷെ നമ്മളുടെ ആവശ്യങ്ങൾ കുറയ്ക്കുക. ദാറ്റ് ഈസ് ഓൾ യു ക്യാൻ ഡു. നമുക്ക് ആരെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമോ അവനോട് പറയുന്നത് എന്തിനാണ് ഇപ്പോൾ 5 ഷർട്ട് വാങ്ങിച്ചു, ഒരു ഷർട്ട് വാങ്ങിച്ചാൽ പോരെ എന്ന് ചോദിക്കുക. മനസ്സിലായില്ലേ? ഒരു കൊട്ടക്കണക്കിന് സാരി വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു സ്ത്രീയോട് പറയും എന്തിനാണ് 25 സാരി, 2 വാങ്ങിച്ചാൽ പോലെ. ശത്രുവാകും. വളരെ സൂക്ഷിച്ച് ചോദിക്കാവുള്ളൂ. ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഒഴിവുകാലം എന്ന് പറഞ്ഞ സിനിമയിൽ ചൂളം കുത്തും കാറ്റ് എന്നുള്ള പാട്ട് ഈ പറഞ്ഞ പ്രകൃതി സങ്കല്പങ്ങളോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ആഘോഷത്തിന്റെ പാട്ടാണ്, മൂവ് ചെയ്യുന്ന പെൺകുട്ടികളെ ബസ്സിലൊക്കെ പോയി കടപ്പുറത്തൊക്കെ പോകുന്നത്. പക്ഷെ അതിനകത്ത് ലിറിക്ക് മേഡം ചൂളം കുത്തും കാറ്റേ കൂടെ കൂടി വാ, വേനൽ പൂ നീ കൊണ്ടുവാ, മോഹങ്ങളിൽ ഊഞ്ഞാലിടാൻ, മാധവമാണ് ശ്രാവണം എന്നല്ല പറയുന്നത്, മാധവ മാസം ഇതാ. വാസ്തവം അല്ല, ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. ആഘോഷത്തിൽ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ആഘോഷമേ ഉള്ളൂ. മേഡം എന്തോ ഞാൻ മണിപൂജകളിലൊരു മേഡം എന്തോ മേടകളിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയതാണ് വിഷയം. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു സങ്കല്പ ഭൂമിയുണ്ടല്ലോ എപ്പോഴും. കുട്ടികൾ ആഘോഷിക്കുമ്പോഴും നമ്മൾ അവരോടൊപ്പം അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഈ എന്താണ് മേടകളിലേക്കാണ്. അതാണ് പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നതാണ് ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആത്മീയമായ പാപ്പരത്വം. ഈ ചൂളം കുത്തിയ കാറ്റ് എവിടെ സാർ കണ്ടിട്ടുള്ളത്? ചൂളം കുത്തും കാറ്റ് എഴുതിയതോ? അല്ല, കണ്ടിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത്. നമ്മൾ ചൂളം കുത്തും കാറ്റ് ആഘോഷമാണല്ലോ അത്. ആഘോഷത്തിൽ തന്നെ നമ്മളിപ്പോൾ ആഘോഷിക്കുമ്പോൾ തിയേറ്ററിലൊക്കെ എന്താണ് ചൂളം കുത്തുക, ചൂളം അടിക്കുക, അതൊക്കെ ഒരു ആഘോഷത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു ഭാവനയിലുള്ള ഒരു ഏറ്റവും നല്ല പദമാണ് ചൂളം കുത്തുക, ഇല്ലേ? ഈ ഓണത്തിനും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നില്ല. ഈ പറഞ്ഞ കർക്കിടകം കഴിഞ്ഞിട്ടാണ് ചിങ്ങം വരുന്നത്. കർക്കിടകം പഞ്ഞും ഓണവും ധാരാളിത്തവും, ചിങ്ങം ഈ പറഞ്ഞ അബണ്ടൻസുമാണ്. ഈ പറഞ്ഞ വേനൽ പൂവ് നീ കൊണ്ടുവന്നാ പറഞ്ഞത്, വേനലിലെ പൂവ്. ഞാൻ ഇതിനെല്ലാം കൂടെ ഞാനൊന്ന് കണക്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. അത് എഴുതുന്ന ഒരു മാനസികാവസ്ഥ. വേനൽ പൂവ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ വാഗമരമില്ലേ, വാഗ ഒരു വലിയ അത്ഭുതമല്ലേ? ഈ തിളച്ച ചൂടാണ് ചുറ്റും, ഗ്രീഷ്മത്തിൻ്റെ ചൂടാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ സമ്മർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ അല്ലല്ലോ. അങ്ങനെ ഈ പ്രകൃതി തിളച്ച് നിൽക്കുമ്പോഴും ആശാൻ്റെ കുമാരനാശാനിലെ പിന്നെ ചണ്ടാല ഭിക്ഷുകിൽ ഈ ഇദ്ദേഹം നടന്നു വരുന്നത്, ആനന്ദ ഭിക്ഷു നടന്നു വരുന്നത് ഈ വാഗമരതൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ എത്ര ഉജ്ജ്വലമായിട്ടുള്ള ഗ്രീഷ്മത്തിലും എരുതിയിലും തൻ്റെ ഉള്ളിലെ നന്മയെടുത്ത് പൂക്കളായി ഇങ്ങനെ കൊടുക്കുന്ന വൃക്ഷം ആരാണ്? ആ വൃക്ഷമാകാൻ പറ്റുമെങ്കിൽ നമുക്ക് വളരെ പ്രശ്നമുണ്ട്. ഇവിടെ പ്രകൃതി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രീഷ്മത്തിലെ വാഗയാകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, വാഗയ്ക്ക് അങ്ങനെ ആകാൻ സാധിക്കുമെങ്കിൽ നമുക്കത് എന്തുകൊണ്ട് അനുകരിച്ചുകൂടാ? ഏത് ദുഃഖ ഗ്രീഷ്മത്തിലും ഒരു നന്മയുടെ, സന്തോഷത്തിൻ്റെ ഒരു പൂവ്, ഇല്ലേ? ശരിക്കും സാർ ഇത് പറയുമ്പോൾ സർക്കാർ തലത്തിൽ ചിലപ്പോൾ പരിമിതികളുണ്ടെന്ന് സാർ പറയുമായിരിക്കും. ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് നിന്നിട്ട് പരിമിതികളെപ്പറ്റി സാർ പറയുമായിരിക്കും. പക്ഷേ സർക്കാർ തലത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഇപ്പം വയനാട് ദുരന്തം നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്രയോ ദുരന്തങ്ങൾ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് തന്നെ നമ്മളെ കരയിപ്പിച്ച് കണ്ണീരണിയിപ്പിച്ച പലതും കണ്ടതാണ്. ഈ ദുരന്തങ്ങളുടെ എല്ലാം പിന്നിൽ പരിസ്ഥിതിയുടെ താള തെറ്റലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഞാനതാണ് ചോദിക്കുന്നത്. ജൂൺ 5 നമ്മൾ നടുന്ന തൈകൾ, ആ തൈകൾ പലതും കരിഞ്ഞുണങ്ങി പോവുകയാണ്. അതേ കുഴിയിലാണ് വീണ്ടും അടുത്ത കൊല്ലം പലരും നടുന്നത്. ഈ പറഞ്ഞതുപോലെ ആരോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളം മൊത്തം കാടായിരുന്നേനെ. ഇതെല്ലാം ഞാൻ ചോദിക്കുന്ന സർക്കാർ തലത്തിൽ ഫലപ്രദമായ ഒന്ന്. നമ്മൾ ഈ ഓണത്തിന് ഓണാഘോഷവും ഓണം വാരാഘോഷവും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ അത് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണോ? പക്ഷേ സർക്കാരെന്ന് പറഞ്ഞ ആരാണ്? സർക്കാരെന്ന് പറയുന്ന ഒരു സെറ്റപ്പ് സമൂഹത്തിൻ്റെ ചിന്തയുടെ പരിച്ഛേദമാണ് സർക്കാർ. സമൂഹത്തിന് പരിസ്ഥിതിയോട് ബന്ധമുണ്ടോ? നമ്മൾ കാണുന്ന ഒരു 100 പേരെ ഒരു ദിവസം നമ്മൾ കാണുമെങ്കിൽ യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളീ പറഞ്ഞതുപോലെ ഒരു പരിസ്ഥിതിയുടെ ഒരു വിനീത വിധേയരായി നിൽക്കുന്ന, ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ജോലിയാണെന്ന് വിചാരിക്കുന്ന 100-ൽ 2 പേരെ 3 പേരെങ്കിലും കാണുന്നുണ്ടോ? നമ്മൾ സംസാരിച്ച് വരുമ്പോൾ പിന്നെ ജീവിക്കണ്ടേ സാറേ, ഇത് മനസ്സിലായില്ലേ? ഈ പ്രായോഗികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങളിൽ അഭിരമിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇല്ലായ്മകളുടെ ഒരു ഘട്ടം കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു സാമ്പത്തികമായ ഭദ്രതയും ജീവിത സുഖങ്ങളുമൊക്കെ സാധാരണ മനുഷ്യന് കുറച്ചുകൂടെ പ്രാപ്യമാവുമ്പോഴേ അവർക്ക് ഇതൊരു പക്ഷേ യോജിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കണം. അതുകൊണ്ടായിരിക്കണം യൂറോപ്പിലൊക്കെ ഈ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ഇന്ന് ജനജീവിതത്തിൻ്റെ ഭാഗമായി. നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും പോയാൽ അത്ഭുതപ്പെട്ടു പോകും.
നമ്മൾ പറയുന്നത് എന്താണ്, ക്യാപിറ്റലിസമാണ് പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ട്. നേരെ തിരിച്ചാണ്. അവർക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച കൊണ്ട്, ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ ഭദ്രത കൊണ്ട് അവരിതിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം. ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയിട്ട് എൻ്റെ മോള് താമസിക്കുന്ന സ്ഥലത്ത് ആ പാർക്കിൽ തന്നെയായിരുന്നു ഞാൻ ത്രൂ ഔട്ട്. അവിടെ സൈക്കിൾ ചെയ്യപ്പെട്ടാൽ അവിടെ ഇഷ്ടംപോലെ വനങ്ങൾ നഗരത്തിനകത്ത് വനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമുക്കതിനോട് നടക്കാനുള്ള വഴിയുണ്ട്. ഞാനിങ്ങനെ അത്ഭുത പരതന്ത്രം. എൻ്റെ മോള് പറയും, അച്ഛാ വയസ്സായെന്ന് ആലോചിക്കണം, ഇങ്ങനെ രാത്രിയൊന്നും ഇറങ്ങി പോരുക കൂടെ പറയും. ഞാൻ സൈക്കിളെടുത്ത് പോകുന്നു, നടക്കുന്നു, മൈലുകളോളം നടക്കുന്നു, മരങ്ങളോട് ഇങ്ങനെ സംബന്ധിച്ച്. ഇതൊക്കെ വരണമെങ്കിൽ ഒരു സാമ്പത്തികമായ ഭദ്രത ഒരു സമൂഹത്തിനുണ്ടാവണം. അതാവാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അന്യഥാ ബുദ്ധിയുള്ള മലയാളി ഇപ്പോഴും പരിസ്ഥിതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ അവന് വികസനം തന്നെയാണ് പ്രധാനം. വികസനവും പരിസ്ഥിതിയും കൂടെ തിരഞ്ഞെടുക്കേണ്ടത്, പരിസ്ഥിതി അവിടെ നിൽക്കട്ടെ, ഞങ്ങളൊന്ന് ജീവിക്കട്ടെ എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമുണ്ട് ഇവിടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ ആളുകളുടെ സാമ്പത്തിക നിലവാരം ഉയരണം. അതോടൊപ്പം പരിസ്ഥിതിയെപ്പറ്റിയുള്ള അവബോധം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് സ്കൂളുകളിലെ ചെറുപ്പക്കാരിൽ മാത്രമേ എനിക്കതിനകത്ത് ഒരു പ്രതീക്ഷയുള്ളൂ. കാരണം 50 കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഇൻ എ ഹറി. ഇതുവരെ ഒന്നും നേടിയില്ല, എനിക്ക് ജീവിത ഭദ്രത ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളോട് നിങ്ങൾ അത് നികത്തരുത്, ആ കുളം നികത്തരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതിയോട് ഇണങ്ങുന്ന വികസനം എന്ന ഒരു സമവാക്യം പ്രചരിപ്പിക്കാൻ ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്, സാമൂഹ്യ പ്രവർത്തകർക്ക് ബാധ്യതയുണ്ട്, എഴുത്തുകാർക്ക് ബാധ്യതയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ചെറുപ്പക്കാർ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലൂടെ ഈ സന്ദേശം എത്തണം. അപ്പോൾ കുട്ടി തന്നെ പറയാം, അച്ഛാ ആ മരം മുറിക്കാതെ നമുക്ക് വീട് വയ്ക്കാം എന്ന് പറയുന്ന കുട്ടികളുണ്ടാവണം. എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണ്? എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ കട്ടിങ് ആൻഡ് റിമൂവിങ്, ലെവലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് കട്ടിങ് ആൻഡ് റിമൂവിങ് ഓഫ് ട്രീസ്. അങ്ങനെയാണ് ആദ്യം 40കളിലെ ആയിരിക്കും ഇത്. ഒരു പ്രോജക്റ്റ് തുടക്കം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മരങ്ങൾ മുറിച്ച് കളയുക, പിന്നെ ലെവൽ ചെയ്യുക. നേരെ തിരിച്ചാണ് ഇന്നത്തെ പാരിസ്ഥിതികമായ വിവേകം നമ്മളോട് പറയുന്നത്, മരം മുറിക്കാതെയും അത് ലെവൽ ചെയ്യാതെയും നിങ്ങൾക്ക് കെട്ടിടം കെട്ടാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ കോണ്ടൂർ വേറെ ആ കോണ്ടൂറിനെ നമ്മൾ മാനിക്കണം. അത്തരത്തിലുള്ള ആർക്കിടെക്ചർ വരണം, എക്കോളജിക്കലി സെൻസിറ്റീവ് ആർക്കിടെക്ചർ വരണം. അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആർക്കിടെക്ട്സൊക്കെ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ വെളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മരത്തെ സംരക്ഷിക്കാനായിട്ട് കെട്ടിടം മാറ്റി വളച്ചെടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു കാർ പോർച്ചിന് മുമ്പിൽ ഒരു മരം വരാൻ വേണ്ടി അവരെ കെട്ടിടത്തിന് ഡിസൈൻ മാറ്റുകയാണ്. ഇവിടെ ഞാൻ അഹങ്കാരം പറയല്ല കേട്ടോ, നമ്മുടെ കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു വലിയ ആല് നിൽപ്പുണ്ട്. കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ ആ റോഡെന്ന് പറയുന്നത്, കൻ്റോൺമെൻറ്റ് റോഡെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിനും AG's ഓഫീസിനും ഇടയ്ക്കുള്ള റോഡാണല്ലോ. ഈ അറസ്റ്റ് ചെയ്തൊക്കെ ആളെ കൊണ്ട് നിർത്തുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ ആ റോഡിന് വീതി കൂട്ടി, കാരണം AG-ആയിട്ടൊന്ന് സ്ഥലം കിട്ടിയാൽ മതി. അങ്ങനെ വീതി കൂട്ടി വന്ന് ഈ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിങ്ങനെ പുന്നൻ റോഡിലേക്ക് വരുന്ന സ്ഥലത്താണ് ഈ ആൽമരം നിൽക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ ഞാനന്ന് ഹോം സെക്രട്ടറി ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് സാറ്റർഡേ ഫയലുകൾ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ സാറ്റർഡേ ഉച്ചവരെ പോയിരുന്നു ഫയൽ തീർക്കുക, കാരണം ഇല്ലെങ്കിൽ തിങ്കളാഴ്ച പിന്നെ മീറ്റിംഗ് ആകുമല്ലോ. അപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ ഞാനിതുപോലെ മുണ്ടൊക്കെ കൊടുത്ത് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ആൾക്കൂട്ടം ഈ ആലിൻ്റെ ചുറ്റും, പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റും. ഞാനിങ്ങനെ വണ്ടി ഒന്ന് നിർത്തി നോക്കിയപ്പോൾ ഇവന് വാളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ മരം മുറിക്കാൻ. അപ്പോൾ ഞാൻ അകത്ത് ചെന്നിട്ട് പോലീസ് സ്റ്റേഷൻ വിളിച്ച് അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ സാർ ഈ മരം മുറിക്കാൻ ടെൻഡറായിരിക്കുകയാണ്, PWD വീതി കൂട്ടി തടസ്സമായി നിൽക്കുന്ന ഈ മരം മുറിക്കാൻ ടെൻഡർ കൊടുത്തിരിക്കുകയാണ്, അതിൻ്റെ ആൾക്കാർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അന്നത്തെ ടോം ജോസ് ആണെന്ന് PWD സെക്രട്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ടോം ജോസ് ഇതൊരു റിക്വസ്റ്റ്, ദിസ് ഇസ് എൻ ഓർഡർ, ആ മരം അവിടെ നിർത്തണം, ആലോചിച്ചിട്ട് മുറിച്ചാൽ മതി. അല്ല സാർ അത് പാർക്കിങ്ങിന് മറ്റേ റോഡ് വൈഡനിങ്ങിന് തടസ്സമാണ്, മറ്റേതാണ്. ഞാൻ പറയും റോഡ് വൈഡനിങ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഈ വീതിയിൽ ഈ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാം. ഈ മരം മുറിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒന്നും നേടാനില്ല. ആ പോലീസ് സ്റ്റേഷനും പിന്നെ വെയിലെത്താവും, അവിടെ വന്നിരിക്കുന്ന ആളുകളും വെയിലെത്താവും. സെക്രട്ടേറിയറ്റ് അലങ്കാരമാണ് ആ മരം. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ നമുക്ക് നാളെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം, ബട്ട് ടുഡേ യു സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെ നിർത്തി, പിന്നെ അത് മുറിച്ചില്ല. ഇപ്പോഴും ഞാൻ ആൽമരത്തിനോട് പറയും, ഞാനാണ് കേട്ടോ, അതിലേ പോകുമ്പോൾ ഞാൻ പറയാം, അറിയോ നമ്മളാണ് പിന്നെ നിർത്തിയിരിക്കുന്നത്. ചുമ്മാ ഒരു രസത്തിനിങ്ങനെ ഐ ഫീൽ ഇമ്മൻസ്ലി ഹാപ്പി. ഒരു കൊച്ചു കാര്യം, ഞാനവിടെ അങ്ങനെ അധികം പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ അന്ന് ഞാനങ്ങനെ പോകാതിരുന്നെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ മരുഭൂമി പോലെയാ നമ്മൾ തകർന്നു പോകും. ഇവിടെ പുളിമരം മുറിച്ചപ്പോഴും ഞാൻ തകർന്നു പോയി എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അവബോധം നമുക്കുണ്ടാവണം. എനിക്ക് അന്നത് ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ ഗുരുത്വമായിട്ട് ഞാൻ കരുതുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഒരു ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ജനിച്ച മരമല്ലേ അത്. എന്നാലും ഞാൻ പറയും, അപ്പോൾ എന്നോട് പറയുന്നതല്ലേ, ഞാനാണ് കേട്ടോ. അത് സന്തോഷമുള്ളൊരു കാര്യമാണത്.
സന്തോഷമുള്ള ഒരു കാര്യമാണത്. ഒരുപക്ഷെ ഭരണതലത്തിൽ ഇത്തരം താല്പര്യങ്ങളുള്ള സെൻസിറ്റിവിറ്റീസ് വേണം. നമുക്ക് വേണ്ടിയിട്ടല്ല, ഇപ്പോൾ അമരൊന്നുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ട്, ഞാനത് മുന്നോട്ടുള്ളതും പോയിരിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഈ ഒരു പാരിസ്ഥിതിക അവബോധം, ഒരു പൊതുജീവിത അവബോധം ഒക്കെ വേണം. അല്ല ഞാനവിടെ ഉദ്യോഗത്തിലിരിക്കുന്ന എനിക്ക് വേണ്ടി ആവരുത്. എനിക്ക് വേണ്ടി എൻ്റെ കാര്യം ഗവൺമെൻറ് നോക്കിക്കോളും, കൃത്യമായിട്ട് ശമ്പളം തന്നോളും, എല്ലാം തന്നോളും. ഇത് വേണം. ഇത് എല്ലാ പൊതുപ്രവർത്തകർക്കും ഇത് വേണ്ടതാണ്. അപ്പോൾ വികസനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു ഡിസ്കോഴ്സിലൊക്കെ തന്നെ പതുക്കെ ഇത് വരണം. നിങ്ങളെ ദാരിദ്ര്യത്തിലിടാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മുടെ പിൻതലമുറകൾക്ക് ജീവിക്കണമെങ്കിൽ ഈ ഭൂമി വേണം. അതാണ് എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ പിന്നിലടങ്ങിയിരിക്കുന്ന സന്ദേശങ്ങളുടെ അടരുകളെന്ന് പറയുന്ന ഇതാണ്. ഇതിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അല്ലാതെ റിബേറ്റ് വാങ്ങിച്ചോ, റിബേറ്റ് കിട്ടിയോ, തോവാളയിൽ നിന്ന് പൂ വന്നോ എന്നുള്ള ഒന്നുമല്ല. ഓണാഘോഷം ഉണ്ടോ ഇല്ലയോ, സർക്കാർ ഓണാഘോഷം ധൂർത്താണോ വേണോ ഇതൊക്കെ ഉപരിപ്ലവമായ ചർച്ചകളാണ്. അതിനേക്കാളും അസ്തിത്വത്തെ ബാധിക്കുന്ന, നിലനിൽപ്പിനെ ബാധിക്കുന്ന, ജീവിതത്തെ ബാധിക്കുന്ന, ഭൂമിയെ ബാധിക്കുന്ന ഘടകങ്ങളിലേക്ക് പോകാനുള്ള കിളിവാതിൽ തുറക്കാനുള്ള അത്ഭുതമാണ് ഓണം. ആ തലത്തിലേക്ക് നമ്മൾ ഓണത്തിൻ്റെ ഡിസ്കോഴ്സിനെ കൊണ്ടുപോയാൽ ഓണം എങ്ങനെ ആഘോഷിക്കുന്നതിനും അർത്ഥമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ ഇത് അവസാനിപ്പിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച വാചകമാണ് സാർ പറഞ്ഞത്, ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാൻ പറ്റിയ കാര്യം. ഓണത്തെപ്പറ്റിയുള്ളൊരു ചിന്ത അത്തരത്തിൽ നമുക്ക് വഴിതിരിച്ച് വിടാൻ പറ്റിയാൽ ഇനിയും കുറേ കാലം ഇവിടെ മണ്ണും മരവും പൂവും ഒക്കെ ഉണ്ടാവും. ഈ വരുന്ന തലമുറകൾക്ക് പൂവ് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഫ്ലവർ എന്ന് പറയേണ്ടുന്ന അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കും. സാർ, സി മലയാളം ന്യൂസിനൊപ്പം ഓണത്തിന് കുറച്ച് സമയം ചെലവഴിച്ചതിൽ നന്ദി.